ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിടുന്ന ഗോബർധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽ നിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. कंप्रेस्ड बायोगैस CBG इसका प्रोडक्शन एक डेकेड के अंदर 10 गुना बढ़ाने का टारगेट, करीब 5 MMSCMD प्रोडक्शन के लेवल तक पहुंचाने का इसमें टारगेट लिया गया है. अगर इसको हम एनवायरमेंटल पॉइंट से देखें तो दिस विल सेव अबाउट 40 मिलियन टन्स ऑफ कार्बन डाइऑक्साइड एमिशन. करीब 75,000 करोड़ रुपीस नेशनल GDP को ऐड होगा और अबाउट 1.5 लाख जॉब्स विल बी क्रिएटेड बाय दिस प्रोग्राम. അസമിലെ NH-15 ഗുവാഹത്തി തേജ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3നും പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. എൽ നിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് വൈദ്യുതി ആവശ്യകതയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി. സിറ്റിസൺ സോൾജിയർ എന്ന സങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ടെറിട്ടോറിയൽ ആർമിയെ ശക്തിപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്ത വേളകളിലടക്കം സേന നൽകുന്ന നിർണായക സേവനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്ത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പദ്ധതിയിലൂടെ നിലവിൽ രാജ്യത്ത് 19 ലക്ഷം കുടുംബങ്ങൾക്ക് പണം അടയ്ക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. When it comes to the renewable energy, there are a lot of things we have achieved in last few years. From 2.66 gigawatt in 2014, we have reached 300 gigawatt today. That itself speaks the value. 123 gigawatt में grid पूरा explode हो जाता था. Now we are able to manage almost 280 to 290 gigawatt peak demand. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. രാത്രി യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. കട്ടപ്പന ലബ്ബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണെങ്കിലും വൻ അപകടം ഒഴിവായി. എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർത്താനിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2351 അടിയും മുല്ലപ്പെരിയാറിലേത് 120 അടിയും പിന്നിട്ടു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച് അഭിപ്രായമറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘടനകൾക്കും ഹർജിക്കാർക്കും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആർഥെ എന്നിവരുടെ ബെഞ്ച് ഈ മാസം 19 ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ജോയിന്റ് എൻട്രൻസ് പരീക്ഷാ മാതൃകയിൽ ഒറ്റഘട്ടമായോ 2 ഘട്ടമായോ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ, ശ്രവ്യ, സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഡെറാഡൂൺ, ചാമോലി, ബാഗേശ്വർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യയിലെ ബാഷ്കോർട്ടോസ്താൻ, യാരോസ്ലാവ് മേഖലകളിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് യാരോസ്ലാവ് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണം ചെറുത്തതായും 605 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽനിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.